കണവത്തോരൻ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അതിനായി ഞാനിവിടെ 1/2 കിലോ കണവ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് കുക്കറിലേക്ക് തട്ടിക്കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 12 അല്ലി വെളുത്തുള്ളി, ഇതും കൂടി ചതച്ച് പകുതി ഇതിൽ ചേർക്കും, പകുതി പിന്നീട് ചേർക്കാനാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഇതിൽ തന്നെ ഉണ്ട്, എന്നാലും ഒരു 1/4 ടീസ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഇനി ഇതൊരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കണവ വേവുന്ന നേരം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു തേങ്ങ തിരികിയത് വച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം. നമ്മുടെ കണവ വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമുള്ളൂ, ഇനി ഇത്തിരി വെള്ളം കൂടി ഉണ്ട്. ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ച് അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് നമുക്കതിനെ പൊട്ടിച്ചെടുക്കാം. ഇനി 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബാക്കി ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം ചെറിയ ഉള്ളി മുറിച്ച് വെച്ചത്, ഒരു സവാള അരിഞ്ഞു വെച്ചത്, അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച കണവ തട്ടാം. ഇനി ചതച്ച് വെച്ച അരപ്പ് തട്ടാം. ഒരു 3 മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കമ്മ നല്ല തോരൻ, ഉഷാക്കല്ല ഉപ്പ് കുറവ്. ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി കണവത്തോരൻ റെഡി.